പോട്ടെ നിർത്ത്. പോട്ടാ ഫോറസ്റ്റ്. പോട്ടെ. മൈലമ്മേ കുണുങ്ങി അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർ വനമേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചാരം അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. 5-ാമത്തെ ദിവസം ഞങ്ങൾ ഈ വാഹനത്തിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പുൽമേടുകളും വനങ്ങളും മലകളും തനി കാട്ടുവാസികൾ താമസിക്കുന്ന നാട്ടുവഴികളിലൂടെയും ഒക്കെ നമ്മൾ സഞ്ചരിച്ചു. ഒരുപാട് മാനുകളെയും മയിലുകളെയും ഒക്കെ കണ്ടു. പക്ഷെ കാട്ടുപോത്തിനെയും കാട്ടെരുമയും അതുപോലെ ആനയൊന്നും കാണാൻ സാധിക്കാത്തതിന്റെ വിഷമം ഞങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ മദ്യപാനത്തിലൂടെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആ വേദനകളെല്ലാം തെണ്ടുകളായ ഈ കർണാടക ചെക്ക് പോസ്റ്റിലെ പോലീസുകാരൻ എന്റെ കയ്യിൽ നിന്നും 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ 200 രൂപ വാങ്ങിച്ചു. അതിനുശേഷം ആ തെണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തമിഴ്നാടുകാരൻ എന്നോട് കാട്ടായമായ രീതിയിൽ എന്നോട് ചോദിച്ചു, താങ്കൾക്ക് ഇ പാസ് ഉണ്ടോ എന്ന്. പള്ളിക്കൂടത്തിൽ പോകാത്ത എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല. പിന്നീടാണ് അടുത്ത വിദ്യാഭ്യാസമുള്ള 2 വ്യക്തികളോട് ചോദിച്ചപ്പോൾ ആ മഹത് വ്യക്തികൾ പറഞ്ഞു, താങ്കൾ ഉപയോഗിക്കുന്നത് ജിയോയുടെ ഫോണാണോ എന്ന്. അതെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ റേഞ്ച് ഇല്ല, കുറച്ച് മാറി 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിനുള്ള പരിഹാരം അവിടെ ഉണ്ടാവും. അവിടെ ഈ TNE രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ടെന്നും, എനിക്കത് സൈറ്റിനെ പറ്റി അറിയത്തില്ലായിരുന്നു. ഞാൻ ആ സൈറ്റ് തപ്പി ഒരുപാട് നടന്നു. പക്ഷെ ആ സൈറ്റ് എങ്ങും ഞാൻ കണ്ടില്ല. ഇവിടെ ഉള്ള സൈറ്റുകളെല്ലാം ഫോറസ്റ്റിന്റെ സൈറ്റുകളായിരുന്നു. അതിനുശേഷം അപചാരിതമായ മലയാളിയെ കണ്ടുമുട്ടുകയും അദ്ദേഹം എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരികയും അങ്ങനെ ഞാൻ ആ സംഭവം മൊബൈലിനകത്തുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാവുകയും അങ്ങനെ ഞാൻ അത് രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും എന്റെ പ്രയാണം തുടങ്ങുകയും 4 പ്രാവശ്യം എന്നെ നടത്തിക്കുകയും ചെയ്ത ഈ 2 ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പോൾ തമിഴ്നാടിന്റെയും കർണാടകയുടെയും, ഞാൻ അപ്പോഴെല്ലാം ചിന്തിച്ചു പോയി, നമ്മളുടെ നാട്ടിലെ പോലീസുകാർ എത്രയോ മഹാന്മാരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും സംസ്കാര സമ്പന്നരുമാണെന്ന്. ഇതുപോലെ 5-ാം ക്ലാസ്സും കുസ്തിയുമായി നടക്കുന്ന വിവരദോഷികളെ പിടിച്ച് സർവീസിൽ കയറ്റി കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം നമ്മൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. അവന്റെ ശരീരഭാഷ കണ്ടപ്പോൾ കാട്ടെരുമയാണോ അതോ നാട്ടെരുമയാണോ എന്നൊരു സംശയം എന്നിലുണ്ടായി. മൃഗത്തെക്കാട്ടിലും മോശമായ മൃഗീയ സമീപനമായിരുന്നു അവൻ എന്നോട് കാണിച്ചത്. എന്നിരുന്നാലും ഈ വനത്തിലേക്ക് നോക്കുമ്പോൾ ആ വനഭംഗിയും അതുപോലെ സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് സസ്യജലാദികൾ ലതാദികൾ സോറി അച്ചരപ്പുറത്തെ കുറവായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. നാക്ക് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട്. 3 ദിവസം നാക്ക് പഠിച്ചിട്ട് 2 ദിവസം പല്ല് തേച്ചിട്ട് അതിങ്ങനെ തളിർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, അതിന്റെ പച്ചപ്പും ഹരിതാപയൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു മനസ്സിനൊരു കുളിർമ. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മൃഗത്തെ പോലും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. പക്ഷേ മൃഗങ്ങളുള്ള ഭാഗങ്ങളിലെല്ലാം പോലീസുകാരും എല്ലാവരും നിൽപ്പുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ. അവർ നമ്മൾ നിർത്തി ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വലിയ കുറ്റിയുമായി വരുന്നത് പെറ്റി തരാനായിട്ട്. അതുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ക്യാമറ മൂവ് ചെയ്ത് നമ്മൾ വാലും ചുരുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ പറയാനാ, നമ്മുടെ കുരങ്ങന്മാർ വാലും ചുരുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു.
അതിനേക്കാൾ ഉപരി പാവം പിടിച്ച ഒരു വട്ടിക്കാരൻ തക്കാളി ഏതോ പച്ചക്കറി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നതാണ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തുറന്നു വെച്ചുകൊണ്ട് അവന്റെ സൗകര്യാർത്ഥം അവൻ അതിന്റെ മണ്ടയ്ക്ക് കയറി തിന്നാൻ തുടങ്ങിയപ്പോൾ പാവം അതിന്റെ ഉടമസ്ഥൻ കുരങ്ങെന്ന് പറഞ്ഞപ്പോൾ ഏതോ അവന് കിട്ടിയ സുഹൃതം കിട്ടിയ പോലെ കുരങ്ങൻ അദ്ദേഹത്തോട് ആക്രോശിച്ചോട് കടിക്കാൻ ചെന്നു. ഇതൊക്കെ ഞങ്ങൾ മൂകസാക്ഷികളായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ആര് ഉത്തരവാദം പറയും? ഉടമസ്ഥൻ വളരെ ശൗര്യത്തോടെ ഇറങ്ങി കുരങ്ങിനെ പായിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനേക്കാൾ ഉപരി ശൗര്യത്തോടെ കുരങ്ങ് പെരുമാറിയപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ വാഹനത്തിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കൊടുത്ത കാഴ്ച ഹൃദയഭേദകമായിരുന്നു. എന്നാൽ നമ്മുടെ അത്തപ്പൊട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലീസുകാർ ഇതിൽ 5 പെറ്റിയെങ്കിലും എനിക്ക് വാങ്ങിച്ച് സമ്മാനിച്ചേനെ അവൻ. അത്തപ്പൊട്ടൻ എപ്പോഴും ആവശ്യപ്പെടുന്നത് അണ്ണൻ കുപ്പി കൊണ്ടുവന്നോണം, കുപ്പി കൊണ്ടുവന്നോണം, അക്കൗണ്ടിൽ പൈസ ഇട്ടോണം, പൈസ ഇട്ടോണം. ഇവൻ വിചാരിക്കുന്ന ഞാൻ ഏതാണ്ട് റിസർവ് ബാങ്കിൽ പണം അടിക്കുന്ന യന്ത്രമാണെന്നാണ് അവന്റെ വിചാരം. രാവിലെ അവൻ മത്സ്യവ്യാപാരത്തിന് ഇറങ്ങി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ പാര കൊണ്ടുവന്ന് അവന്റെ അണ്ണാക്കി തന്നെ പാരയായി മാറിയ അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് എന്താണാവോ? എയർപോർട്ട് പോയി അവനോ കച്ചവടത്തിന് പോയില്ലേ? ആരെ കൊണ്ടാണ് എയർപോർട്ട് പോയി? എനിക്ക് വന്ന എത്ര കിട്ടും? കൊടുക്കുവാൻ എയർപോർട്ട് പോകുന്ന 1500 കൊടുക്കും. ഞാൻ റെന്റ് എടുത്ത്. അപ്പൊ വണ്ടിക്കൂലി ഉൾപ്പെടെ 1500? വണ്ടിക്കൂലി അല്ല, അല്ല എല്ലാം കൂടെ 3800. വണ്ടി ഇങ്ങനെ വെട്ടിയിട്ടേക്ക് വേണമെന്നല്ലേ എടുത്തിട്ട് റെന്റ്? അല്ലല്ല, ഹെൽത്തിന് വേണ്ടി. അല്ലാതെ പോവാണെങ്കിൽ 4000 രൂപയോ ഇല്ലേ? അല്ല അല്ല, എയർപോർട്ട് പോകുന്നതിന് ഇപ്പം 3500 രൂപ. കൊച്ചു വണ്ടി, വലിയ വണ്ടി ആണെങ്കിൽ 4500. ഒറ്റ ഒരു മാനിനെ പോലെ ഉണ്ട്. മാനുമില്ല, മാഞ്ചാതിയില്ല, അതിന് മാത്രം മാടത്ത.